പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 94ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവ സന്ദർശനത്തിനായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ ഫിന്നി യോഗനാനാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് മുംബൈയിൽ നിന്നുമാണ്. ആസാദി ചാനൽ എന്നറിയപ്പെടുന്ന ചാനലിന്റെ ഡയറക്ടറാണ്. ഞങ്ങളുടെ ഏലിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. അനുഗ്രഹിക്കുകയും ചെയ്യാൻ ഇടയായി തീരട്ടെ. കഴിവുള്ളിടത്തോളം ദൈവമക്കള് ഞങ്ങളുടെ മൊബൈൽ ഇൻസ്ട്രുമെന്റ്സ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. കഴിവുള്ളിടത്തോളം ആളുകൾ അവരുടെ ഡിവൈസ് ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. വീഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ മുഖങ്ങൾ കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ കഴിയുമല്ലോ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ചിലരോട് സംസാരിപ്പാനുണ്ട്. വ്യക്തിപരമായി ചിലരോട് സംസാരിപ്പാനുണ്ട്. ചില ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവിന് ഇടപെടുവാനുണ്ട്. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കുക. ഈ പ്രത്യേക മീറ്റിംഗ് 94 മീറ്റിങ്ങുകൾ നടത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിച്ചുവല്ലോ. അതിന്റെ ഒരു മഹത്വം, അതിന്റെ ഒരു അനുഗ്രഹം കഴിഞ്ഞ നാളുകളിൽ അനുഭവിപ്പാൻ സഹായിച്ചുവല്ലോ. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ ഒരു റിസൾട്ടാണുള്ളത്. നമുക്കത് അളക്കാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കാലഘട്ടം ഇവാഞ്ചലൈസേഷന് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുവാൻ ദൈവം തന്നെ തുറന്ന ഒരു വഴിയാണ് ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങുകള്, അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. നമ്മളതിനെ വിശ്വസ്തമായിട്ട് ഉപയോഗിക്കാം. നമ്മളാൽ കഴിവുള്ളിടത്തോളം അനേകരിലേക്ക് ദൈവവചനം എത്തിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള മീഡിയാസിനെ ഉപയോഗിക്കാം. ഈ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഓ ഷൽഖാന റാം ഷൽഖാമാന. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊട്ടു തുടങ്ങിയിരിക്കുകയാണ്. ആലീസ് ജേക്കബ് എന്ന ഐഡിയയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് രാത്രി ഒരു നിയോഗം നൽകുകയാണ്. 38 വർഷം കുളക്കരയിൽ കിടന്ന മനുഷ്യനെ കർത്താവ് തൊട്ടുവെങ്കിൽ ജീവിതത്തിൽ ചില വിഷയങ്ങൾക്ക് കാലപ്പഴക്കം ഒരു വിഷയമല്ല. എത്ര പഴയ വിഷയത്തെയും കർത്താവ് പരിഹരിക്കുവാൻ വിശ്വസ്തനാണെന്ന്, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു കരം നീട്ടി വലിച്ച് പുറത്തെടുക്കുന്നത് പോലെ പുറത്തെടുക്കുവാൻ വിശ്വസ്തനാണെന്ന് സഹോദരി ആലീസ് ജേക്കബിനോട് ദൈവത്തിന്റെ ആത്മാവ് നിയോഗം നൽകുകയാണ്. ശത്രുനാളുകളായി പ്രവർത്തിച്ച് അവൻ വഴി തടഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഹർഷഖാന രാംധാന, ചില പ്രത്യേക ജാതീയ പോരുകളുടെ മേൽ അതിന്റെ വിടുതൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്നു. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഒരു മനുഷ്യനെ ഒതുക്കിയിട്ടെങ്കിൽ, 38 വർഷമായി ഒരു മനുഷ്യനെ ഒതുക്കിയിട്ടെങ്കിൽ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത് ആ 38 വർഷം കഴിഞ്ഞിട്ടും സൗഖ്യം പ്രാപിപ്പാനുള്ള അവന്റെ ആഗ്രഹത്തിന് കുറവ് വന്നില്ല. കാലപ്പഴക്കം വരുമ്പോൾ പലരും പറയും, ഞാൻ ഇത് സഹിച്ചുകൊള്ളാം, ഞാൻ ഈ വിഷയത്തിന് വേണ്ടി ഇനി പ്രാർത്ഥിക്കത്തില്ല, മതി, ഇങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ അവൻ അത് ചെയ്തില്ല. അവൻ പിന്നെയും അവന്റെ വിടുതലിന് വേണ്ടി കാത്തിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ഒരു ദിവസം അവന്റെ അടുക്കിലേക്ക് നടന്നു വന്നു, അവന്റെ ജീവിതത്തെ തൊടുവാൻ വേണ്ടി. രാത്രികാലം ചിലരെ തൊട്ടു തുടങ്ങട്ടെ. മഷൽ ഖമാനാകല പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ. ചില വ്യക്തികളുടെ പേരിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് രാത്രി ഒന്ന് നടവാനിടയായി തീരട്ടെ. അധികാരം വിളിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോകൾ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ആത്മാവിന്റെ ഇടപെടൽ ചിലരുണ്ട്. ചില പേരുകൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ആ പേരുകൾ ഇതിനകത്ത് സെർച്ച് ചെയ്യുകയാണ്. പക്ഷേ നിങ്ങൾ വീഡിയോകൾ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കണമെങ്കിൽ ഹല്ലേലൂയ, വീഡിയോകൾ ഓൺ ചെയ്ത് വെക്കുക. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആവർത്തിച്ചു വരുന്ന ഒരു വചനം
പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചനം ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഇനി കേട്ട് പഴകിയ ഒരു മെസ്സേജാണ്. എന്നാല് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും പ്രാപിച്ചവർക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ കാണാനുണ്ട്. ആ ഉദാഹരണങ്ങൾ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ആശ്രയം വെച്ച ഒരു വ്യക്തി, ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവിൽ ആശ്രയിച്ചു. പിതാവിൽ ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം പറയുന്നത്, അവൻ സ്വർഗത്തിൽ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശു തന്റെ ജീവിതത്തിൽ പിതാവിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിതാവിനോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ആ ഒരു റെവലേഷൻ, ആ ഒരു വെളിപ്പാട് ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന പുസ്തകം യോഹന്നാന്റെ സുവിശേഷമാണ്. ദൈവത്തെ പിതാവായി കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തെ അവതരിപ്പിച്ചത്, മനുഷ്യന്റെ മുമ്പിൽ വരച്ചു കാട്ടിയത്, ദൈവം പിതാവാണെന്നുള്ള ബോധ്യം നമുക്ക് നൽകിയത് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയാണെങ്കിൽ ഞങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ പ്രിയമുള്ളവരെ. അതേതെങ്കിലും ഒരു അപ്പോസ്തോലന് കിട്ടിയ വെളിപ്പാടല്ല. അപ്പോസ്തോലനായ പൗലോസ് ഒത്തിരി വെളിപ്പാട് പ്രാപിച്ച ഒരു വ്യക്തിയാ. ആത്മാവിൽ മർമ്മങ്ങളെ പ്രാപിച്ച് സഭയ്ക്ക് കൈമാറിയ വ്യക്തിയാണ് അപ്പോസ്തോലനായ പൗലോസ്. അങ്ങനെ അപ്പോസ്തോലന്മാരൊക്കെ അവർ കണ്ട വെളിപ്പാടുകളുണ്ട്. യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തി കിട്ടിയ ആ വെളിപ്പാട് പ്രാപിച്ച വ്യക്തിയാണ് പത്രോസ്. പക്ഷേ ദൈവം പിതാവാണെന്നുള്ള വെളിപ്പാട്, ദൈവത്തെ പിതാവാക്കി കാണണമെന്നുള്ള വെളിപ്പാട് പീറ്റർ അല്ല, പൗലോസ് അല്ല നമ്മെ പഠിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പുത്രൻ തമ്പുരാൻ തന്നെയാണ് പഠിപ്പിച്ചത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. പീറ്റർ പഠിപ്പിക്കുകയാണ് ദൈവം പിതാവാണെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പൗലോസ് പറയുകയാണ് ദൈവം പിതാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കോൺട്രവേഴ്സിയാകും അല്ലേ? ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ധൈര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷേ പീറ്റർ അല്ല, പൗലോസ് അല്ല, യോഹന്നാൻ അപ്പോസ്തലൻ പോലുമല്ല, യേശു കർത്താവ് തന്റെ തിരുവായ് കൊണ്ട് മൊഴിയുകയാണ് പിതാവായ ദൈവം. അപ്പോൾ പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാട്, പിതാവിനെ കുറിച്ചുള്ള റെവലേഷൻ നമുക്ക് കൈമാറിയത് യേശു കർത്താവ് തന്നെയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ പിതാവിന്റെ മടിയിലിരുന്ന ഓമന പുത്രൻ, ഒന്നുകൂടെ പറഞ്ഞാൽ പിതാവിനെ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള പുത്രൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിവാണ് ദൈവം നമ്മുടെ പിതാവാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. ദൈവത്തെക്കുറിച്ച് എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. മനുഷ്യന് ദൈവത്തെക്കുറിച്ച് ഒരു ചെറിയ ഭാഗം പോലും അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. ഇനിയും അറിയാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യം. എന്നാൽ നമ്മുടെ ഒരു നിമിഷം പ്രിയുള്ളൂ, എന്നാൽ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായ, ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായതൊക്കെ നമുക്കായിട്ട് വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അപ്പോൾ പിതാവ് എന്ന വെളിപ്പാടിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ പ്രൊട്ടക്ഷൻ, ഒരു വലിയ പ്രൊവിഷൻ, ഒരു കരുതുന്ന പിതാവ്, ഒരു പരിപാലിക്കുന്ന പിതാവ്. പിതാവെന്ന് പറയുമ്പോൾ, എനിക്കൊരു പിതാവ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉറപ്പ്, ഇതൊക്കെയാണ് ആ വെളിപ്പാടിൻ്റെ അകത്ത് നമുക്കായിട്ട് കർത്താവ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കൈമാറി തന്നിരിക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് തന്റെ പിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തുക മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഏത് നിമിഷവും പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു പുത്രനെ നമ്മൾ കാണുന്നു. പിതാവുമായിട്ടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു പുത്രനെ നമ്മൾ കാണുന്നു. മാത്രമല്ല, ആശ്രയിക്കുക എന്ന പദം, ഞാൻ ആദ്യം ഉപയോഗിച്ച പദം
ആ പദത്തെക്കുറിച്ച് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ആശ്രയിക്കുന്നു എന്നതിന് തെളിവാണ് അനുസരിക്കുക എന്നുള്ളത്. പിതാവിനെ ഇത്രമേൽ അനുസരിച്ച മറ്റ് ആരുമില്ല പ്രിയമുള്ളവരെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കാട്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അവൻ ഒബീഡിയൻസ് ഉള്ളവനായിരുന്നു, അവൻ അനുസരണമുള്ളവനായിരുന്നു. ഇനി നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഒന്ന് കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ പലപ്പോഴും യേശു പറഞ്ഞു, പിതാവ് പറഞ്ഞത് ഞാൻ കേട്ട് ആണ് ഞാൻ ചെയ്യുന്നത്. പിതാവിനോട് പറഞ്ഞത്, ഞാൻ പിതാവിൽ നിന്ന് പ്രാപിച്ചതാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ നാം അനുസരിക്കണമെങ്കിൽ, പിതാവിനെ അനുസരിക്കണമെങ്കിൽ, ദൈവത്തെ അനുസരിക്കണമെങ്കിൽ എന്താ അനുസരിക്കേണ്ടത്? ആദ്യം ദൈവം പറയുന്നത് നാം കേൾക്കുവാനിടയായിത്തീരണം. ഒരു നല്ല മകന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ, ഒരു നല്ല മകൻ അപ്പന് ചെവി കൊടുക്കുന്ന മകനായിരിക്കും. ഈ മിഡിൽ ഈസ്റ്റ് കൾച്ചറാണത് കേട്ടോ. മിഡിൽ ഈസ്റ്റ് കൾച്ചർ, മധ്യപൗരസ്ത്യ ദേശത്തിലെ കൾച്ചറാണത്. ഞാന് ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ഒരു ഇറാനിയൻ ഒരു അലി എന്ന് പറയുന്ന ഒരു ഇറാനിയൻ മതപണ്ഡിതൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഫോർബിഡൻ മിറക്കിൾസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. നിഷേധിക്കപ്പെട്ട അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ മതവും വിചാരധാരകളും ഐഡിയോളജീസും ഒക്കെ നിഷേധിച്ചു വെച്ച, ഇത് ഹറാമാണെന്ന് പറഞ്ഞ് വിലക്കി വെച്ച അത്ഭുതങ്ങൾ ജീവിതങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറെ കഥകളാണ് ആ പുസ്തകത്തിലുള്ളത്. നവീസ മീന എന്ന് പറയുന്ന ഇറാനിൽ നിന്ന് വിശ്വാസ നിമിത്തം ഓടി രക്ഷപ്പെട്ട് അഭയാർത്ഥിയായി ഇന്ന് തുർക്കിയിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പിതാവിന്റെ ജീവിത അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. വലിയ പണ്ഡിതനായ ഒരു മനുഷ്യൻ. ആ പുസ്തകം ഞാനിങ്ങനെ വായിച്ചു വരുമ്പോൾ, ആ പുസ്തകത്തിൽ ഈ പറഞ്ഞ അലിയുടെ പിതാവ് ആ ദേശത്തെ വളരെ പ്രമുഖനാകുന്ന ഒരു ആയത്തുള്ള എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്കോളർ എന്ന് പറയാം, മതപണ്ഡിതൻ എന്ന് പറയാം, മതത്തിന്റെ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു ആയത്തുള്ളയുടെ മകനാണ് ഈ അലി. ഈ അലി എപ്പോഴും അപ്പനോട് സംസാരിക്കുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ എങ്ങനെയാണോ അപ്പന്മാരോട് സംസാരിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഒരുപക്ഷെ നമ്മളോട് കളി തമാശയോട്, ചിരിയോടുകൂടെ അല്ലെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ് ഒക്കെ നമ്മളോട് സംസാരിക്കുമായിരിക്കും. നമ്മളെ ഒരുപക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ വിളിച്ചാൽ അവർ 10 മിനിറ്റ് കഴിഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ മിഡിൽ ഈസ്റ്റ് കൾച്ചർ അങ്ങനെയല്ല. മിഡിൽ ഈസ്റ്റ് കൾച്ചറിൽ അപ്പനോടുള്ള ഒരു വലിയ റെസ്പെക്ട് ഉണ്ട്. മിഡിൽ ഈസ്റ്റ് കൾച്ചറിൽ അപ്പനോടുള്ള ഒരു വലിയ റെസ്പെക്ട് ഉണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട്. ഈ അലിയുടെ അപ്പൻ തന്റെ അടുക്കലേക്ക് ഒരു രഹസ്യം പറയാൻ വേണ്ടി വിളിക്കുകയാണ്. ആ വിളി കേൾക്കുന്നതും അലി ഓടി അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് അപ്പനെ വിളിക്കുന്നത് ഈ ആഘ എന്ന് പറഞ്ഞാൽ ഇറാനിയൻ പാർസി ഭാഷയിൽ സാർ എന്നാണ് വിളിക്കുന്നത്. അത്ര ബഹുമാനത്തോടുകൂടെ തല കുനിച്ചു നിൽക്കുന്നു. ഈ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, ഈ മിഡിൽ ഈസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം യേശു കർത്താവ് പിതാവിനെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ പിതാവ് പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നാം ഈ ഒരു കൾച്ചർ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവം നമ്മുടെ പിതാവായി എന്ന് പറയുമ്പോൾ എത്രയധികം പിതാവായ ദൈവത്തെ നാം കേൾക്കണമെന്നുള്ളത് നാം മനസ്സിലാക്കണം. അനുസരിക്കുന്നത് രണ്ടാമത്തെ കാര്യം. കേൾക്കാതെ നമുക്ക് അനുസരിക്കുവാൻ കഴിയുമോ? ഒരിക്കലും കേൾക്കാതെ അനുസരിക്കുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ചെവി ഉള്ളവൻ കേൾക്കട്ടെ, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ആ വാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഏത് സഭയ്ക്കുള്ള ദൂതാ? ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ വെളിപ്പാട് പുസ്തകത്തിൽ എന്നെ സന്തോഷിപ്പിച്ച, എന്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു സഭയാണ് ഫിലദൽഫിയ സഭ. എന്റെ ജീവിത അനുഭവത്തിന്റെ ഭാഗമാണ്. അങ്ങനെ പറഞ്ഞാൽ ഏതാണ്ട് 2009, 2010, 2009 ലാസ്റ്റ് ദിവസങ്ങളിലും 2010 ആദ്യത്തെ മാസങ്ങളിലും ഒരു 40 ദിവസം ഞങ്ങള് കുടുംബമായിട്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി വേർതിരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നിയോഗത്തിന്റെ ഫലമായിട്ട്
ഒരു 40 days ഞങ്ങൾ ഫാസ്റ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുക. ആ 40 ദിവസങ്ങൾ ഞങ്ങൾ പഠിച്ചത് വെളിപ്പാട് പുസ്തകമായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ 22 അധ്യായങ്ങൾ 40 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ പഠിക്കുവാനിടയായി തീർന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ പ്രിയമുള്ളവരെ. ആ 40 ദിവസങ്ങളിൽ ഞങ്ങൾ ഈ പുസ്തകം പഠിച്ചു വന്നപ്പോൾ ആദ്യം പഠിച്ചത് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ചാണ് ആദ്യം പഠിച്ചത്. അങ്ങനെ വന്നപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെ പ്രത്യേകതകൾ പഠിക്കുവാനിടയായി തീർന്നു. ഇതെല്ലാവരും ഒന്ന് കേൾക്കണമേ. എന്റെ ജീവിതത്തെ, എന്റെ ശുശ്രൂഷയെ വളരെ സ്വാധീനിച്ച, ഞാൻ ദൈവശബ്ദം കേട്ട ഒരു ഭാഗം 2010 ആ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ വേർതിരിച്ച ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇന്ന് ശുശ്രൂഷിക്കുന്ന സഭ ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു വലിയ നിയോഗം നൽകിയത്. ആ നിയോഗം വളരെ ശക്തമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ചർച്ച് ആരംഭിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ എനിക്ക് ആദ്യം അതിൽ അല്പം മടിയായിരുന്നുള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അന്നത്തെ ഒരു കണക്കനുസരിച്ച്, 2010 കണക്കനുസരിച്ച്, അന്ന് അവിടെ മീരാ ഭൈന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ 86 പാസ്റ്റേഴ്സ് അവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്ന പർട്ടിക്കുലർ ലൊക്കേഷനിൽ 86 പാസ്റ്റേഴ്സ് താമസിക്കുന്നുണ്ട്. 87ാമനായിട്ട് ഞാനും കൂടെ ഒരു സഭ തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നത് 86 സഭകൾ ഉള്ള ദേശത്ത്, 86 പാസ്റ്റേഴ്സ് ഉള്ള ദേശത്ത് 87ാമനായിട്ട് ഞാൻ വരികയാണ്. 87ാമനായിട്ട് ഞാൻ വരികയാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞ, കർത്താവ്, ഇത്രയും പാസ്റ്റേഴ്സും ചർച്ചസും ഉള്ളിടത്ത് ഞാൻ എന്തിനാ ഇനിയും വന്ന് എന്റേതായിട്ട് ഒരു പുതിയ കൂട്ടായ്മ തുടങ്ങുന്നത്? പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഈ ദേശത്ത് ഒരു കൂട്ടായ്മ തുടങ്ങണം. ഞാൻ 1-2 പേരോട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട്, എന്റെ പാസ്റ്റർ, ഇവിടെ 86 പാസ്റ്റർമാരുണ്ട്, 87ാമനായിട്ട് പാസ്റ്ററുടെ ആവശ്യം എന്താ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ ഈ 7 സഭകളെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ 7 സഭകളും ഒരേ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള 7 സഭകളായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ ദേശത്തുള്ള 7 സഭകളായിരുന്നു ഈ 7 വെളിപ്പാട് പുസ്തകത്തിലെ സഭകളും. എന്നാൽ നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, ഈ 7 സഭകളോടും പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് സെയിം അല്ല. ഓരോ ചർച്ചിനെ വിളിച്ചിട്ടും, ഓരോ ഫെലോഷിപ്പ് എന്ന് പറയാം, ഓരോ ഫെലോഷിപ്പിനെ വിളിച്ചിട്ടും പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് വ്യത്യസ്തമാകുന്ന ദൂതായിരുന്നു. ഹല്ലേലൂയ. ഒന്നിലധികം സഭകൾ ഉണ്ടാകാം, ഒരേ ദേശത്ത് ഒന്നിലധികം സഭകൾ ഉണ്ടാകാം. എല്ലാ സഭയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായം സെയിം അല്ല. നിങ്ങൾ പാർക്കുന്ന ഗ്രാമത്തിൽ, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ, നിങ്ങൾ പാർക്കുന്ന രാജ്യത്ത് 100 കണക്കിന് സഭകൾ ഉണ്ടാകാം. എല്ലാവരും നോക്കിയിട്ട് കർത്താവ് ഒരേ അഭിപ്രായം പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവിന് എഫെസോസ് സഭയ്ക്ക് എഴുതിയ ദൂതിന്റെ ഒരു കോപ്പി സ്മുർണ സഭയ്ക്ക് കൊടുത്താൽ മതി, അടുത്ത കോപ്പി പെർഗമോസിന് കൊടുത്താൽ മതി, അടുത്ത കോപ്പി ലവോദിക്കയ്ക്ക് കൊടുത്താൽ മതി. കർത്താവ് യോഹന്നാനോട് പറഞ്ഞില്ല, ഒരു ദൂത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഓരോ കോപ്പി കൊടുക്കാൻ പറഞ്ഞില്ല. ഓരോ സഭയോടും വ്യക്തിപരമായി ദൂത് പറഞ്ഞു. ദൈവാത്മാവിനോട് പറഞ്ഞു, എടാ, ഒരു ദേശത്ത് 86 പാസ്റ്റേഴ്സ് കാണും, 86 സഭകൾ കാണും, പക്ഷെ എല്ലാവരെ കുറിച്ചും എന്റെ അഭിപ്രായം ഒന്നല്ല. എന്നിട്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, 6ാമത്തെ സഭ, ഫിലദൽഫിയ സഭ, നിങ്ങൾക്കറിയാമോ, ആ സഭയോട് മാത്രമാ കർത്താവ് വലിയ കുറ്റമൊന്നും പറയാഞ്ഞത്. ബാക്കി എല്ലാ സഭയോടും എന്തെങ്കിലുമൊക്കെ കുറവ് പറയുന്നുണ്ട് അല്ലേ? ഫിലദൽഫിയ സഭയോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞോ? ഒരു കുറ്റവും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഫിലദൽഫിയ സഭയോട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ബാക്കി സഭകളോടൊന്നും പറയാത്തൊരു വാചകം ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിനോട് പറഞ്ഞു, എല്ലാ പട്ടണങ്ങളിലും ദൈവം സ്നേഹിക്കുന്ന സഭയുണ്ടാകണം. 100 കണക്കിന് കൂട്ടായ്മകൾ എല്ലാ സ്ഥലത്തിലും ഉണ്ടാകാം, പക്ഷെ ദൈവം സ്നേഹിക്കുന്ന കൂട്ടായ്മകൾ എല്ലാ ദേശത്തും ഉണ്ടാകണം. കർത്താവ് എന്നോട് ചോദിച്ചു, നീ ഇവിടെ എത്ര പാസ്റ്റർമാരുണ്ട്, എത്ര സഭകളുണ്ടെന്നുള്ളത് എണ്ണണ്ട. ദൈവം സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ നീ പാർക്കുന്ന പട്ടണത്തിൽ ഉണ്ടാകണം. പിന്നെ ആ 40 ദിവസം ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. ദൈവം സ്നേഹിക്കുന്ന സഭ. ദൈവാത്മാവിനെ പഠിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ?
ദൈവം സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ മാത്രമല്ല, അല്ലേ? വെറുതെ വാഗൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 100 പ്രാവശ്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നവനാ. എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഫിലദൽഫിയ സഭയോട് ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായി എന്ന് പറഞ്ഞാൽ, ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നവനാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കാൻ പോവുക. ദൈവമക്കളെ, നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ കർത്താവ് കാണിക്കും നിങ്ങളെ സ്നേഹിക്കുന്നെന്ന്. അത് അടയാളത്തിലൂടെ തെളിയിക്കും. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായി സാത്താന്റെ പള്ളിക്കാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാനും അവർ നിന്റെ മുമ്പിൽ മുട്ടുകുത്തുവാനും ഇടയായിത്തീരും. അന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു, മോനെ, ദൈവം സ്നേഹിക്കുന്ന സഭയിൽ മാത്രമേ ദൈവം ആത്മാക്കളെ വിടുകയുള്ളൂ. ദൈവം സ്നേഹിക്കുന്ന സഭയിൽ മാത്രമേ ദൈവം ആത്മാക്കളെ വിടത്തുള്ളൂ. ഒരു പട്ടണത്തിൽ 100 കണക്കിന് കൂട്ടായ്മകൾ ഉണ്ടാകാം, പക്ഷെ ദൈവം സ്നേഹിക്കുന്ന സഭയിലെ ദൈവം ആത്മാക്കളെ വിടത്തുള്ളൂ. എന്തുകൊണ്ട്? ആത്മാക്കൾക്ക് വലിയ വിലയാ പ്രിയമുള്ളവരെ. ഭൂലോകത്തെക്കാട്ടിലും വിലയുള്ള ആത്മാവ്, ആ ഓരോ ആത്മാക്കളുടെയും ഉടയവൻ കർത്താവാണ്. ആ ഓരോ ആത്മാക്കളും ദൈവത്തിന്റെ മക്കളാ, അല്ലെ? ദൈവമാ പിതാവ്. അപ്പം മക്കളെ കൊണ്ട് എവിടെങ്കിലും കളഞ്ഞിട്ട് പോരുമോ? അപ്പൻ ഒരു വ്യക്തിയെ ഒരു കൂട്ടായ്മയിൽ വിടുന്നതിന് മുമ്പേ അപ്പൻ 10 പ്രാവശ്യം ആലോചിക്കും, ഇവനെ എവിടാ വിടേണ്ടത്? എവിടെ ചെന്നാൽ എന്റെ മകൻ വളരും? എവിടെ ചെന്നാൽ എന്റെ മകൻ പഠിക്കും? നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോഴേ നമ്മളെങ്ങനെ അഡ്മിഷൻ എടുക്കുന്നത്? ഏതെങ്കിലും ഒരു സ്കൂളിൽ കൊണ്ട് അഡ്മിഷൻ എടുക്കുമോ? ഒരിക്കലും എടുക്കത്തില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ പണ്ട് പൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുവായിരുന്നു, അല്ലേ? എന്താ പൂട്ടിപ്പോകാൻ കാരണം? നമ്മളീ പലരും ഗവൺമെന്റ് സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടത്തില്ലായിരുന്നു, ശരിയല്ലേ? ഇന്ന് നമുക്ക് സാക്ഷ്യം പറയാൻ വന്ന ദേവദാസന്, അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിന്റെ റെക്കോർഡിംഗ് ഈവനിങ്ങിൽ കഴിഞ്ഞു. അദ്ദേഹം ഈ കേരളത്തിലെ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ, കേരളത്തിൽ ഇന്ന് 35,000 അതിഥി തൊഴിലാളി ഫാമിലികളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ടുണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം നിറഞ്ഞു. എനിക്ക് ചിരി വന്നത് കേട്ടിട്ട്. കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ അതിഥി തൊഴിലാളികളുടെ മക്കൾ വന്ന് നിറഞ്ഞു. അതുകൊണ്ട് പഴയതുപോലെ ഈ പറഞ്ഞ ടീച്ചേഴ്സിന് പിള്ളേരെ പിടിക്കാൻ ഓടണ്ട. പണ്ടൊക്കെയല്ല, പണ്ട് പിള്ളേരെ പിടിക്കാൻ ഓടണം. പണ്ട് ടീച്ചേഴ്സിന് ജോലി നിലനിൽക്കണമെങ്കിൽ ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം തികയ്ക്കാൻ, അല്ലേ, ഇൻസ്പെക്ഷന് വരുമ്പോൾ കുട്ടികളുടെ എണ്ണം തികയ്ക്കാൻ പിള്ളേരെ പിടിക്കാൻ ഓടുക. ഇന്ന് അതിഥി തൊഴിലാളികളുടെ മക്കളുള്ളതുകൊണ്ട് പിള്ളേരെ പിടിക്കാൻ ഓടണ്ട. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നതിന് മുമ്പ് നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കുമെങ്കിൽ, ഒരു ആത്മാവിനെ രക്ഷിക്കപ്പെടുത്താനുള്ള ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ട് ദൈവം തീരുമാനിച്ചതല്ല. ഒരു രാത്രി കൊണ്ട് ദൈവം പെട്ടെന്ന് ഓർത്തില്ല, അയ്യോ എനിക്ക് തോമസിനെ രക്ഷിക്കണം കേട്ടോ, അതുകൊണ്ട് തോമസിനെ ഇന്നാരുടെ ചർച്ച ഞാൻ വിടുകയാണെന്നല്ല ദൈവത്തിന്റെ പദ്ധതി. വചനം പറയുന്നു, യുഗാരംഭത്തിന് മുമ്പേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ, സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ തോമസിനെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആരുടെയെങ്കിലും എവിടെയെങ്കിലും ഉള്ള ഒരു കൂട്ടായ്മയിലേക്ക് തോമസിനെ നശിക്കാൻ ദൈവം എറിഞ്ഞു കൊടുക്കത്തില്ല. കേൾക്കണം അഭിഷിക്തന്മാരെ, കേൾക്കണം ദൈവമക്കളെ. നിങ്ങളുടെ സഭ വളരണമോ, നിങ്ങളുടെ കൂട്ടായ്മയിൽ ആത്മാക്കൾ വരണമോ, നിങ്ങളുടെ കൂട്ടായ്മ ദൈവം സ്നേഹിക്കുന്ന കൂട്ടായ്മയായി മാറണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാതൃകാ സഭയായി മാറണം. പരിശുദ്ധാത്മാവിനെ ചലഞ്ച് ചെയ്തു. ദൈവാത്മാവിനോട് പറഞ്ഞു, എല്ലാ പട്ടണങ്ങളിലും മാതൃകാ സഭകൾ ഉണ്ടാകണം, എല്ലാ പട്ടണങ്ങളിലും മാതൃകാ ദൈവദാസന്മാരുണ്ടാകണം. അതുകൊണ്ട് ഫിലദൽഫിയ സഭയോടുള്ള ദൂതാണ് ഞങ്ങളുടെ ചർച്ച ആരംഭിക്കുമ്പോൾ എന്നെ ശക്തീകരിച്ച ദൂത്. പക്ഷെ രസകരമായ സംഗതി, ഇത്രയും നല്ല സഭയായിട്ടും, ഇത്രയും ദൈവം സ്നേഹിക്കുന്ന സഭയായിട്ടും, എന്തുകൊണ്ടാണ് ദൈവം ആ സഭയെ സ്നേഹിച്ചത്? അതിന്റെ കാരണവും അവിടെ പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എന്റെ വചനം കാത്തു. അപ്പോൾ വചനത്തിന് വേണ്ടി നിൽക്കുന്ന സഭയെ ദൈവം സ്നേഹിക്കും. വചനത്തിന് വേണ്ടി നിൽക്കുന്ന സഭയെ ദൈവം സ്നേഹിക്കും. വചനത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, ദൈവവചന സത്യങ്ങൾ അണുവിട ചലിക്കാതെ, ദൈവവചനത്തിന് വേണ്ടി ആരൊക്കെ നിന്നോ അവർ ദൈവത്തിന്റെ ഫേവറബിൾ ആയിട്ടുള്ളവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അവരെ ദൈവം സ്നേഹിക്കും.
അപ്പോൾ ആ സഭയോടാണ് വെളിപ്പാട് 3:13 പരിശുദ്ധാത്മാവ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാക്യം വായിച്ചപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഇതെന്താ ഈ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയത്? നല്ല ചർച്ചല്ലേ? വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിൽ യേശു കർത്താവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സഭയല്ലേ ഫിലദൽഫിയ സഭ? സ്നേഹിക്കുന്നുവെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കണമെന്ന് ദൈവം പറയുകയും ചെയ്ത സഭയല്ലേ ഫിലദൽഫിയ സഭ? പക്ഷെ ആ സഭയോടുള്ള ദൂത് നിർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നല്ല സഭ, ഉഴപ്പൻ സഭയല്ല. ലവോദിക്ക സഭ പോലെ ഒരു ഉറങ്ങുന്ന സഭ, ലവോദിക്ക സഭ പോലെ ഒരു ഉഷ്ണമാനുമല്ല ശീതമാനുമല്ലാത്ത സഭയല്ല. സർദീസിലെ സഭയെ പോലെ മരിച്ചവനായി തീർന്ന ഒരു സഭയല്ല. ഫിലദൽഫിയ സഭയോട് ദൈവം പറയുക, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമുക്കെല്ലാവർക്കും ചെവിയില്ലേ? ഈ ചെവി ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. വിശദീകരിക്കാം. മനുഷ്യൻ പറയുന്നത് ഈ ചെവി കേൾക്കും. മനുഷ്യൻ പറയുന്നത് ഈ ചെവി കേൾക്കും. അതെല്ലാം മനസ്സിൽ പോയി വീഴും. അവിടെ കിടന്നത് വളരും. അത് പകയാകും, പിണക്കമാകും, അത് വൈരാഗ്യമാകും. മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും. അതെല്ലാം ഈ ചെവി കേൾക്കും. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ സാത്താൻ പറയുന്നത് ഈ ചെവി കേൾക്കും, കേൾക്കത്തില്ലേ? പക്ഷെ ആത്മാവ് പറയുന്നത് കേൾക്കണമെങ്കിൽ ഈ ചെവി പോരാ. കേൾക്കുന്നുണ്ടോ? ആത്മാവ് പറയുന്നത് കേൾക്കണമെങ്കിൽ ഈ ചെവി പോരാ. ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത് ആത്മാവ് പറയുന്നത് ഈ നാളുകളിൽ കേൾക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധിക്കണമേ. മനുഷ്യൻ പറയുന്നത് കേട്ടാൽ പോരാ, ആത്മാവ് പറയുന്നത് കേൾക്കണം. ആത്മാവ് പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ, കേൾക്കാതെ അനുസരിക്കാൻ പറ്റുമോ? കേൾക്കാതെ അനുസരിക്കാൻ പറ്റുമോ? ആത്മാവ് പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ, യേശു കർത്താവ് അങ്ങനെ ആയിരുന്നു കേട്ടോ. യേശു കർത്താവ് വെറുതെ എന്തെങ്കിലും ചെയ്യുകയല്ല, അപ്പനോട് ചോദിച്ചിട്ടാ എല്ലാം ചെയ്യുന്നത്. യേശു കർത്താവ് രാത്രി മുഴുവൻ മലമുകളിൽ ഇരുന്നു. എന്തിനു വേണ്ടിയാ രാത്രി മുഴുവൻ മലമുകളിൽ ഇരുന്നത്? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന എന്തിനാ? ഈ അടുത്ത തിങ്കളാഴ്ച മുതൽ ഞങ്ങളുടെ ചർച്ച 21 ദിവസം ഉപവാസം ഇരിക്കാൻ പോവുകയാണ്. 21 ഡേയ്സ് ഫാസ്റ്റിങ്. എന്തിനു വേണ്ടി എല്ലാവരും ഉപവസിക്കുന്നത്? അപ്പൊ എന്നോട് ആരോട് ഒന്ന് ചോദിച്ചു, പാസ്റ്റർ ഏത് വിഷയം വെച്ചാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെല്ലാം ഒരു വിഷയം വെച്ചാ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഒന്നുകിൽ നമ്മുടെ ഇന്ന വിഷയം പരിഹരിക്കപ്പെടണം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ എനിക്ക് ശരീരത്തിലൊക്കെ ചെറിയ 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 അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഈ അസുഖം എല്ലാം മാറ്റണം. നിങ്ങളൊന്ന് കേട്ടോണേ. ഇത് ആരോ എന്നോട് വന്ന് പറയാ, എന്റെ മനസ്സിൽ ഇങ്ങനെ പറയാ, ഈ 21 ദിവസം കൊണ്ട് നിന്റെ ശരീരത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകണം. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ, പൊട്ട പിശാചേ, എന്റെ 21 ദിവസം ഉപവസിക്കാൻ ഇരിക്കുന്ന ചെറിയ പനി മാറാനും ചെറിയ അല്ലേ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത മാറാൻ വേണ്ടിയാണോ? അതിനുവേണ്ടി 21 ഇരിക്കണോ ദൈവമക്കളെ? 21 ദിവസം നീ ഇരിക്കുന്നത് നമ്മുടെ വട്ടച്ചൊടി മാറാനും നമ്മുടെ പനി മാറാനും നമ്മുടെ തുമ്മൽ മാറാനും ആയിരിക്കല്ലേ? നമ്മുടെയൊക്കെ പ്രശ്നം അതാ. 21 ദിവസം ഞാൻ ഉപവസിക്കാൻ പോകും. എന്തിനു വേണ്ടി? ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി. മാറ്റിവെക്കെ ആ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. നീ 21 ദിവസം ഇരുന്ന് ആത്മാവിൽ ഒന്ന് ബലപ്പെട്ട് കഴിഞ്ഞാൽ തീ കണ്ട ക്ഷണം പോലെ അഭിഷേകമുള്ളവനെ കെട്ടുന്നതൊക്കെ തനിയെ അഴിഞ്ഞു മാറും. ശിംശോനെ കെട്ടിയ കെട്ടുകൾ തീ കണ്ട ക്ഷണം പോലെ അഴിഞ്ഞു മാറിയതാ. കാരണം എന്താ? അവന്റെ അകത്തൊരു അഭിഷേകമുണ്ട്, അവന്റെ അകത്തൊരു അഗ്നി കത്തുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അകത്തൊരു അഗ്നി കത്തിയാൽ, അകത്ത് ഒരു ബലമുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമേ അല്ല. യേശു രാത്രി മുഴുവൻ മലയിൽ ഇരുന്നിട്ട് കർത്താവേ പത്രോസിന്റെ വലയെ നിറയ്ക്കണമേ എന്നൊന്നുമല്ല പ്രാർത്ഥിച്ചത്. സഭയിലെ ഓരോ വിശ്വാസിക്ക് വേണ്ടി നമ്മൾ 21 ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ പത്രോസിന്റെ വലയെ നിറയ്ക്കണം. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ വലിയ പനിയായിരുന്നു. ഇതൊന്നുമല്ല യേശുവിന്റെ പ്രാർത്ഥന വിഷയമാണോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. യേശു മലയിലിരുന്ന് എന്തായിരിക്കാം പ്രാർത്ഥിച്ചത്? യേശു മലയിലിരുന്ന് പിതാവുമായി സംസാരിക്കുകയാണ്. പിതാവുമായി ഉള്ള ബന്ധം, റിലേഷൻഷിപ്പ്, അതിനാണ് ആശ്രയം എന്ന് പറയുന്നത്. അപ്പനെ ആശ്രയിക്കുക. അപ്പന്റെ കൂടെ ചെന്നിരുന്ന്, അപ്പ എന്നോടൊന്ന് മിണ്ടണമേ, അപ്പ എന്നോടൊന്ന് സംസാരിക്കണം, എനിക്ക് അപ്പന്റെ ശബ്ദം ഒന്ന് കേൾക്കണമേ. ഇന്ന് വരെ ഞാൻ കേൾക്കുന്നത് മാനുഷിക ശബ്ദമാ, അതെന്നെ തളർത്തുന്നു, ക്ഷീണിപ്പിക്കുന്നു. ഇന്ന് വരെ ഞാൻ കേൾക്കുന്നത് ശത്രുവിന്റെ ശബ്ദമാ, പക്ഷെ എനിക്ക് കേൾക്കേണ്ടത് അപ്പന്റെ ശബ്ദമാ. യേശു രാത്രി മുഴുവൻ അപ്പനോട് സംസാരിക്കുക കേട്ടോ. അപ്പൻ രാത്രി പറയും, മക്കളെ നമുക്ക് നാളെ ഇന്നത് ചെയ്യണം കേട്ടോ.
അടുത്ത ദിവസം താഴ്വരയിൽ ഇറങ്ങിയിട്ട് യേശു പറയുന്നത്, യേശു ചെയ്യുന്നത് അപ്പൻ തലേ ദിവസം രാത്രി പറഞ്ഞതാ. രാത്രിയിൽ പർവ്വതത്തിൽ ഇരുന്ന് അപ്പനിൽ നിന്ന് കേട്ടത് അത് താഴ്വരയിൽ വെളിപ്പെടുകയാ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പറയുക, അപ്പന്റെ കൂടെ ഇരുന്ന് ഒന്ന് പ്രാപിക്കാൻ തുടങ്ങിയാൽ, അപ്പനെ ഒന്ന് ആശ്രയിക്കാൻ തുടങ്ങിയാൽ, അപ്പനുമായിട്ടുള്ള ബന്ധം ഉണ്ടാകാൻ തുടങ്ങിയാൽ, അപ്പനെ അനുസരിക്കാൻ തുടങ്ങിയാൽ, താഴ്വരകളിൽ നിങ്ങൾ വലിയ അത്ഭുതങ്ങളെ കാണും. അനുസരിക്കുക. അനുസരിക്കണമെങ്കിൽ ആദ്യം അപ്പൻ പറയുന്നത് കേൾക്കണം, അല്ലേ? നിങ്ങളോടൊക്കെ അപ്പൻ ചിലതൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൻ പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തോണ്ട് നമ്മൾ ഇവിടെ, കർത്താവെ ഞാൻ ആകെ കൺഫ്യൂഷനില്ല, എനിക്ക് ഒന്നുകൂടെ ഒന്ന് വ്യക്തത തരണമേ, എന്നോട് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണമേ. അങ്ങനെ പറയുന്ന ചിലർ ഇതിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അങ്ങനെ പറയുന്ന ചിലരുണ്ട് വ്യക്തതയ്ക്ക് വേണ്ടി. ജോ മാത്യൂസ്, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ചില വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത വേണമെന്ന് പറഞ്ഞ്, കർത്താവെ ഞങ്ങൾക്ക് ചില ഗൈഡൻസ് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവിൽ നിങ്ങളുടെ അകത്തെ കണ്ണുകൾ ഈ ദോഷങ്ങളിൽ തുറക്കട്ടെ, നിങ്ങളുടെ ആന്തരിക കാതുകൾ തുറക്കട്ടെ. മനുഷ്യ ശബ്ദത്തിനപ്പുറമായി ആത്മാവ് പറയുന്നത് കേൾക്കുന്ന ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ കരം പിടിച്ച് നടത്തട്ടെ. പ്രാർത്ഥനയിൽ കഴിക്കുന്ന ദിനങ്ങൾ നഷ്ടമല്ല. പ്രാർത്ഥന നീണ്ടുപോകുമ്പോൾ, ഉത്തരം വൈകുമ്പോൾ അത് നഷ്ടങ്ങളുടെ ദിനമല്ല. അത് അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പൻ ആഗ്രഹിക്കുന്നത് വ്യക്തമായി കേൾക്കുന്ന സമയങ്ങളായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന നിയോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ചിലരുടെ കൂടെ വീഡിയോ ഓൺ ചെയ്തിരുന്നെങ്കിൽ റിയാൽബനോട് തോമസ്, ആൻസി തോമസ് എന്ന ഐഡിയിൽ ഇരിക്കുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവിനെ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചില ഉടമ്പടികൾ കർത്താവുമായിട്ട് പിന്നെയും പുതുക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്നു. ആ ഐഡിയിൽ ആരാണോ വ്യക്തി ഇരിക്കുന്നത്, ചില ഉടമ്പടികൾ അവർ ലോർഡ് ഈസ് എ ലോർഡ് ഓഫ് കവനൻസ്. ഉടമ്പടികളുടെ ദൈവമാണ് അത്. ഉടമ്പടികളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ചില ഉടമ്പടികൾ നിങ്ങൾ ദൈവമായിട്ട് എടുക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ഉടമ്പടികളുടെ മേൽ സ്വർഗമർഗി പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നിയോഗം നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് ഞങ്ങളെ സാക്ഷിയാക്കി തീർക്കണം. ഹല്ലേലൂയ. പാസ്റ്റർ രാജീവ് ജോസ്, മർഷൽ ഖാമാന, റാംഷൽ ഖാമാന, നാളുകളായി പരിശുദ്ധാത്മാവ് പറയുന്ന ചില നിയോഗങ്ങൾ, ചില ദൂരയാത്രകൾ, ചില ദൂര സ്ഥലങ്ങളെ കാണിച്ചു തന്ന് അജൽത്തലെ ലാംഷൽ ഖാമാന, വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നീ വെളിച്ചം കാണുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വളരെ ദൂരെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് ഒരു സ്പോട്ട് ലൈറ്റ് കത്തിച്ച് കാണിക്കുന്നത് പോലെ ഒരു നിയോഗത്തോടെ അയക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയുണ്ടെന്ന് ഹമഷഖന, ദൈവത്തിന്റെ ആത്മാവ് പാസ്റ്റർ രാജീവ് ജോസ് എന്ന് പറയുന്ന ഐഡിയിൽ ഇരിക്കുന്ന വ്യക്തികളോടെ സംസാരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അപ്പൻ പറയുന്നത് കേൾക്കണം കേട്ടോ. ആത്മാവ് പറയുന്നത് ബാഹ്യകർണങ്ങൾ കൊണ്ട് കേൾക്കുവാൻ കഴിയില്ല. ആത്മാവ് പറയുന്നത് കേൾക്കണമെങ്കിൽ ആത്മിക കാതുകൾ തുറക്കപ്പെടണം. ആത്മാവ് പറയുന്നത് കേൾക്കണമെങ്കിൽ ആത്മമണ്ഡലത്തിൽ നീ ആത്മികനായി വളരണം. ചെടികന് പ്രിയമുള്ളവരെ, ആത്മാവ് പറയുന്നത് കേൾക്കാൻ കഴിയില്ല. ചെടിക കാതുകളെ എപ്പോഴും തുറന്നിരിക്കത്തുള്ളൂ. പക്ഷെ ആത്മിക കാതുകൾ തുറക്കും. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. എന്താ പൗലോസ് പറയുന്നത്? കണ്ണു കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, അല്ലേ? നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വചനമാണത്. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്. പക്ഷെ അടുത്ത വാചകത്തിൽ എന്താണ് പൗലോസ് പറയുന്നതെന്ന് അറിയുമോ? ദൈവമോ അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനിയും പ്രാർത്ഥിക്കുമ്പം കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തതെന്ന് പ്രാർത്ഥിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ആരും കാണാത്തത്, ആരും കേൾക്കാത്തത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ആരും അറിയാത്ത ദൂതുകൾ സ്വർഗം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അത് ആരോടാ സംസാരിക്കുന്നത്? ആ അധ്യായത്തിൽ പൗലോസ് പറയാണ്, ആത്മികനോട്, ചെടികനോടല്ല കേട്ടോ. ചെടികൻ ജഡത്തിന്റെ കാതുകൾ കൊണ്ട് കേൾക്കുമ്പോൾ ആത്മികൻ ആത്മകാതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുന്നതാ. ആത്മാവ് പറയുന്നത് കേൾക്കുന്നവനാണവൻ. ഇന്ന് രാത്രി അപ്പൻ പറയുന്നത് കേൾക്കുവാൻ നമ്മുടെ അകത്തെ കാതുകൾ ഒന്ന് തുറന്നു വരണം. ഒറ്റ വചനം കൂടെ പറഞ്ഞ് പിന്നെയും പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്.
ഒന്ന് ശമൂവേലിന്റെ പുസ്തകം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 9-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസിൽ എഴുതിയിരിക്കുന്നത്, ശൗൽ ശമൂവേലിന്റെ വീട്ടിൽ എത്തുന്നതിന്റെ തലേ ദിവസം, ശൗൽ കഴുതകളെ അന്വേഷിച്ച് ശമൂവേലിന്റെ വീട്ടിലെത്തുന്നതിന്റെ തലേ ദിവസം എന്ത് സംഭവിച്ചെന്നറിയാമോ? ദൈവം ശമൂവേലിന്റെ കാതുകളെ തുറന്നു. അങ്ങനെ ഒരു വചനമുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് അൺകവേർഡ്. ദൈവം ശമൂവേലിന്റെ കാതുകളെ അൺകവർ ചെയ്തു. അൺകവർ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു രഹസ്യം പറയണമെങ്കിൽ ആ കാതിന്റെ മുകളിൽ ഒരു തുണി കൊണ്ട്, ഒരു 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 പർദ്ദ കൊണ്ട് ഒരു മറവുണ്ടെങ്കിൽ ആദ്യം ആ തുണി ഒന്ന് മാറ്റും, ആ പർദ്ദയൊന്ന് മാറ്റും, എന്നിട്ട് കാതിലോട്ട് സംസാരിക്കും. ഇതുപോലെ ദൈവം ശമൂവേലിന്റെ കാതിന് മേലുള്ള ആ ഒരു മൂടുപടത്തെ, ആ ഒരു പർദ്ദയെ ഒന്ന് മാറ്റിയിട്ട് അവന്റെ ചെവിയിൽ ചിലത് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? നാളെ ഒരുത്തൻ നിന്റെ അടുക്കൽ വരും കേട്ടോ, അവനെ നീ ഇസ്രായേലിന്റെ രാജാവെ അഭിഷേകം ചെയ്യണം. കേൾക്കണമേ പ്രിയമുള്ളവരെ, കാതുകൾ തുറക്കപ്പെട്ടവരാണെങ്കിൽ, കാതുകളുടെ പർദ്ദ എന്ന് പറയാം, കാതുകളെ മൂടിയിരിക്കുന്ന മൂടുപടം ഒന്ന് തുറക്കാൻ പറ്റിയാൽ, ആത്മാവ് പറയുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് സ്വർഗം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുവാനിടയായിത്തീരും. വിശ്വസിക്കാൻ കഴിയുമോ? നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് സ്വർഗം പറയുന്നത് നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുവാനിടയായിത്തീരും. ശമൂവേൽ കൺഫ്യൂഷനിൽ അല്ല ജീവിച്ചത്. അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ ശമൂവേലിന്റെ അടുക്കലേക്ക് നടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദേ വരുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞവനാ വരുന്നത് കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടോ? എന്തൊരു ആക്യുറസിയാണ് കേട്ടോ. ദൈവദാസന്മാരെ, ദൈവമക്കളെ, പഴയ നിയമ പ്രവാചകന്മാർക്ക് ഇത്രയും കൃത്യതയുണ്ടെങ്കിൽ പുതിയ നിയമ പ്രവാചകന്മാർക്ക് അതിന്റെ 2 ഇരട്ടി ഉണ്ടാകണം. ആമേൻ. പേരുകൾ വെളിപ്പെടണം. പേരുകൾ വെളിപ്പെടും. നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ആളിനെ ഇന്ന് നിങ്ങൾ സ്വപ്നത്തിൽ കാണും. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വപ്നങ്ങളിലൂടെ ആളുകളുടെ പേര് വെളിപ്പെടുത്തിയ, സ്വപ്നങ്ങളിലൂടെ അടുത്ത ദിവസം ഞാൻ കാണാൻ പോകുന്ന ആളിനെ വെളിപ്പെടുത്തിയ ഒത്തിരി അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി സമയങ്ങളിൽ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പേരുകൾ വെളിപ്പെട്ട അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും പേര് വിളിക്കുന്ന ശുശ്രൂഷ ചെയ്താൽ ഞാൻ ഇതിനെ എതിർക്കത്തില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകനാകുന്ന ശമൂവേലിനേക്കാൾ ശുശ്രൂഷയിൽ ക്ലാരിറ്റി പുതിയ നിയമ പ്രവാചകന്മാർക്ക് ഉണ്ടാകണം. കാരണം നമ്മൾ പുതിയ നിയമമാ, നമ്മൾ ഇരട്ടി പങ്കിന് ശുശ്രൂഷ ചെയ്യുന്നവരാ. അന്ന് ശമൂവേലിന്റെ കാതിനെ ദൈവം തുറന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറയുമ്പോ, അപ്പാ എനിക്ക് അപ്പനെ അനുസരിക്കണം, എനിക്ക് അപ്പന്റെ ഇഷ്ടം അറിയണം, അപ്പൻ എന്നോടൊന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പൻ എന്നോടൊന്ന് സംസാരിക്കണം. അപ്പൻ പറയാതെ ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ല. എന്റെ അടുത്ത ചുവട് അപ്പൻ പറയുന്നത് പോലെ മാത്രം. എന്തു പറഞ്ഞാലും അനുസരിക്കും കേട്ടോ. അപ്പൻ എന്തു പറഞ്ഞാലും അനുസരിക്കും. അപ്പാ എന്റെ കാതുകളെ ഒന്ന് തുറക്കണം. എന്റെ ദൈവമക്കളെ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഓരോ ചുവടുകളും അപ്പൻ പറഞ്ഞത് കേട്ടിട്ടാണോ നമ്മൾ വെക്കുന്നത്? പരാജയപ്പെടത്തില്ല, ഒരിക്കലും പരാജയപ്പെടത്തില്ല. അപ്പൻ പറയുന്നത് കേൾക്കാൻ ഒരുപക്ഷെ സമയമെടുത്തെന്നിരിക്കും, ചിലപ്പോൾ നമ്മുടെ ക്ഷമ നശിച്ചെന്നിരിക്കും. പക്ഷെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഇരിക്കണം. അപ്പൻ പറയാതെ ഞാനൊന്നും ചെയ്യത്തില്ല. നമ്മുടെ ദൈവം കൺഫ്യൂഷന്റെ ദൈവമല്ല. നമ്മുടെ ദൈവം ക്ലാരിറ്റിയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വ്യക്തതയുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വ്യക്തമായി സംസാരിക്കുന്ന ദൈവമാണ്. നീ അപ്പനോടൊന്ന് പറ, അപ്പ എന്നെ കുറിച്ചൊന്ന് സംസാരിക്കണം, എന്നോടുള്ള നിന്റെ ഹിതമൊന്ന് വെളിപ്പെടുത്തണം, നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. അത് സ്വപ്നത്തിലൂടെയാകാം, ദർശനത്തിലൂടെയാകാം, ദൈവവചനത്തിലൂടെയാകാം, പ്രവചന ശുശ്രൂഷയിലൂടെയാകാം, അല്ലെങ്കിൽ ചർച്ചിൽ പാസ്റ്റർ പ്രസംഗിക്കുന്ന വചനത്തിലൂടെയാകാം. അപ്പൻ മിണ്ടും. നമ്മളോട് സംസാരിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മളോട് സംസാരിക്കുന്ന ഒരു അപ്പൻ. ഹല്ലേലൂയ. പറയാൻ പറ്റും, അപ്പാ എന്റെ കാതുകളെ ഒന്ന് തുറക്കണം, എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. യേശു കർത്താവ് അപ്പന്റെ ശബ്ദം കേട്ടു കേട്ടോ. യേശു കർത്താവ് അപ്പന്റെ ശബ്ദം കേട്ടു. പ്രത്യേകിച്ചും യേശു കർത്താവിന്റെ ആ പാഷൻ വീക്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. യേശു കർത്താവ് അപ്പനോട് പറയുകയാണ്,
ഫിലിപ്പോസ് ചില യവനന്മാരെ തന്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം ഇവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, ഇവർക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ സകലരെയും അവനിലേക്ക് ആകർഷിക്കും. അതിന്റെ അടുത്ത പാസേജിൽ നമ്മൾ കാണുന്നത് അപ്പനോട് ഇടയ്ക്ക് പിതാവിനോട് ഒരു കോൺവെർസേഷൻ യേശു നടത്തുന്നത്. ഇത് പറഞ്ഞിട്ട് അപ്പനെ നോക്കി ചിലത് പറയുമ്പോൾ അപ്പൻ സ്വർഗത്തിൽ നിന്ന് ഒരു മറുപടി പറഞ്ഞു, ഞാൻ ഇനിയും എന്ത് ചെയ്യും, പുത്രനെ മഹത്വീകരിക്കും. നിങ്ങൾക്കറിയാമോ, ആ കേട്ടത് എല്ലാവർക്കും കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ ചിലപ്പം കേട്ടോ, മനുഷ്യന് പുറമേ ഉള്ളവന് ആത്മക്കണ്ണും ആത്മക്കാതും തുറക്കാത്തവന് അത് കേൾക്കാൻ പറ്റത്തില്ല. ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നില്ലേ, ദാനിയേലിനോട് ദൈവം സംസാരിച്ചപ്പോൾ കൂടെയുള്ളവർക്കൊക്കെ ഒരു മുഴക്കം പോലെ തോന്നി. അവർക്കത് മനസ്സിലായില്ല. പക്ഷെ ദാനിയേലിന് മുഴക്കമല്ല, ദാനിയേലിന് അപ്പന്റെ ശബ്ദമാ. കാരണം കാത് തുറന്നിരിക്കുക. രാത്രി ഒന്ന് ചോദിച്ചാട്ടെ, എന്റെ കാത് തുറന്നിട്ടുണ്ടോ? മനുഷ്യൻ പറയുന്നത് കേൾക്കാൻ നമ്മുടെ കാത് തുറന്നിരിക്കുകയാണല്ലേ. അതുകൊണ്ട് നമ്മൾ നിരാശിതരാണ്. അതുകൊണ്ട് നമ്മൾക്ക് പലപ്പോഴും പകയുണ്ട്, ദേഷ്യമുണ്ട്. മനുഷ്യന്റെ വാക്കുകൾ നമ്മെ തളർത്തുന്നു. മനുഷ്യൻ പറയുന്നത് കേൾക്കുന്നതിലപ്പുറമായി അപ്പൻ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയാൽ, ആത്മാവ് പറയുന്നത് കേൾക്കാൻ തുടങ്ങിയാൽ, അപ്പനെ അനുസരിക്കാൻ തുടങ്ങിയാൽ, ഓ എത്ര മനോഹരമായിരിക്കും ആ ജീവിതമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രിയമുള്ളവരെ, പ്രാർത്ഥിച്ചാട്ടെ, എനിക്ക് ദൈവശബ്ദം കേൾക്കണം, അപ്പന്റെ ശബ്ദം എനിക്ക് കേൾക്കണം, അപ്പന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഷഖനാരാം തന്നെ 40-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു, അല്ലെ? പുസ്തക ചുരുൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. അടുത്ത വാക്യം എന്താ? എന്റെ കാതുകൾ തുളയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവശബ്ദം കേട്ടെങ്കിൽ മാത്രമേ, ദൈവഹിതം അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ദൈവഹിതം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാൻ വരുന്നു. ഇഷ്ടം ചെയ്യണമെങ്കിൽ ആദ്യം അപ്പന്റെ ഇഷ്ടം എന്താണെന്ന് കേൾക്കണം. കാതുകൾ തുളയ്ക്കപ്പെടണം. തുളയ്ക്കപ്പെട്ട കാത്, തുറക്കപ്പെട്ട കാത്, പർദ്ദ മാറ്റപ്പെട്ട കാത്, മൂടുപടം മാറ്റപ്പെട്ട കാതുണ്ടെങ്കിൽ മാത്രമേ ആത്മാവ് പറയുന്നത് അകത്തേക്ക് കയറത്തുള്ളൂ. എന്ന് പറഞ്ഞിട്ട്, കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്റെ കാതിനെ നീ ഒന്ന് തുളയ്ക്കണം. എന്തൊക്കെയാണോ ദൈവശബ്ദം കേൾക്കാതെ എന്നെ തടയുന്നത്, എന്റെ ആത്മീയ കാതുകളെ ഒന്ന് ഓപ്പൺ ചെയ്യണം. എനിക്ക് ചിലത് കേൾക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ഷഖൽ താലാം ഷൽഖാമാന. പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനേക അഭിഷക്തന്മാർ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുവല്ലോ. നാളുകളിൽ അവരുടെ ആത്മകാതുകൾ തുറന്നു വരട്ടെ. മജൽത്താൽ ലാപഷഖേനി. പാസ്റ്റർ അനീഷ് ജെ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, മാർഷൽ ഖാമാന. ശൗൽ ഒരു പ്രത്യേക വിഷയത്തിൽ ദുഃഖിച്ചാണ് ശമൂവേലിന്റെ അടുക്കൽ പോയത്. അവന്റെ ദുഃഖം 2 കഴുതകളെ കുറിച്ചുള്ളതായിരുന്നു. അതുപോലെ നീ ക്യാരി ചെയ്യുന്ന ചില പേഴ്സണൽ ദുഃഖങ്ങളുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. വ്യക്തിപരമായ നിന്റെ ജീവിതത്തിൽ നീ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചില വ്യക്തിപരമായ ദുഃഖങ്ങൾ നിനക്കുണ്ട്. എന്നാൽ നിന്റെ വ്യക്തിപരമായ ദുഃഖങ്ങൾ സ്വർഗം പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിപരമായ ദുഃഖങ്ങൾ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ നടത്തുവാൻ മുഖാന്തരമായി തീരുമെന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനായി സ്തോത്രം. മുള്ളുകൾക്കിടയിൽ ഒരു താമര പോലെ, മുള്ളുകളുണ്ട്, പക്ഷെ അതിന്റെ നടുവിൽ ഒരു താമര പോലെ സൗരഭ്യം പരത്തുവാൻ, അതിന്റെ സൗന്ദര്യം പരത്തുവാൻ എന്റെ ജനത്തെ ഞാൻ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്ന നിയോഗത്തിനായി സ്തോത്രം. നിന്റെ അഭിഷേക ദാസനെ കർത്താവ് ഈ വചന നിമിത്തം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ വിഷയത്തിൽ മുള്ളുകളുണ്ടോ, ഏതൊക്കെ വിഷയത്തിൽ നഷ്ടപ്പെട്ട കഴുതകളെ പോലെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അതിന്മേൽ ജയവും ദൈവിക നിയോഗങ്ങളുടെ ഒരു പരമ്പര തന്നെ, ഒന്നിനു പുറകെ ഒന്നായി ദൈവശബ്ദം കേട്ട് ചുവടുകൾ വെക്കുന്ന ദൈവിക നിയോഗങ്ങളുടെ ഒരു ആവർത്തന അനുഭവം തന്നെ ഈ നാളുകളിൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഓ ഷെഖത്താല ലാപ്ഷൽ ഖാമന. പ്രാർത്ഥിച്ചാട്ട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോന്നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ മക്കളെ നീ അനുഗ്രഹിക്കണം. മജൽ താല ലാപ്ഷൽ ഖമന, ചേന ലതുൽ താല ലാപ്ഷൽ ഖമന രഗദല. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നദി ചിലരുടെ മേൽ നീ പകരണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നദി മജദൽ പംഷൽ ഖമന.
ഒരു അരുവി കുത്തി ഒഴുകി പോകുന്ന ഒരു അനുഭവം പോലെ. ഒരു അരുവിയിൽ എങ്ങനെയാണ് വെള്ളം ഒഴുകുന്നത്. പ്രസാദ് ജി എന്ന് പറയുന്ന ദൈവത്തിനോട് പരിശുദ്ധാത്മ പറയുക, അരുവി കണ്ടിട്ടില്ലേ? വീടിന്റെ അടുത്തെങ്ങാണോ അരുവിയുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ കുത്തി ഒഴുകുന്ന നദിയുണ്ടോ? പ്രസാദ് ജി എന്ന് പറയുന്ന സഹോദരനോട് ദൈവാത്മാ പറയുന്നു, ആ അരുവിയിലെ ഒഴുക്കൊന്ന് നീ നോക്കണം കേട്ടോ, ആ നദിയിലെ കുത്തി ഒഴുക്ക് നീ ഒന്ന് നോക്കണം. അസാധാരണ ശക്തിയോടെ ഒരു അരുവിയിൽ ഒഴുകുന്ന ഒരു കുത്തി ഒഴുക്ക് പോലെ. വീടിന്റെ അടുത്തെങ്ങാണ് അരുവി ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആത്മാവിൽ ഞാൻ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അതൊന്ന് പോയി കാണണം. ഉണ്ടോ വെച്ചാ ഹല്ലേലൂയ. അരുവിയോ നദിയോ വല്ലതും കുത്തി ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ അങ്ങനെ പറയാനാ ദൈവാത്മാവിനോട് പറയുന്നത്. ദൈവാത്മാവ് പറയുന്നു, നീ അതിന്റെ അടുക്കൽ പോയി നിന്നിട്ട് അതിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം, അതിന്റെ സിൽക്കാരം ഒന്ന് കേൾക്കണം. ആത്മാവും അപ്രകാരം തന്നെ. ആത്മാവിന്റെ ഒഴുക്ക് അസാധാരണ ശക്തിയുള്ളതാണ്, അസാധാരണ പ്രവൃത്തിയുള്ളതാണ്. അത് ചിലതിനെ ഇല്ലാതാക്കി, ചിലതിനെ ഒഴുക്കി മാറ്റി, ചില വലിയ വിടുതലുകൾ, ചില വലിയ കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന ഒരു വലിയ ദൈവശക്തിയുടെ പ്രവർത്തനം വെളിപ്പെടുന്ന ദൈവാത്മാവ് പറയുന്ന നിയോഗത്തിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ, ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് നിന്റെ ജനത്തോടൊപ്പം അല്പസമയങ്ങൾ അടിയങ്ങൾക്ക് വാരിപ്പാന്തക്കൊണ്ട് ചെയ്ത് കൃപയ്ക്കായി സ്തോത്രം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും എല്ലാ മാനവത്തേക്ക് തരുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച പ്രിയപ്പെട്ട സിജി സിസ്റ്റർ, അതുപോലെ ഈ കൂട്ടായ്മ, എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.